Hi all, welcome to ANS. നമ്മളെ AC missions ആണ് നമ്മളെ ഇന്നത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the frequency of rotor current at the time of starting of an induction motor is. The frequency of rotor current at the time of starting of induction motor is എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സപ്ലൈ ഫ്രീക്വൻസി, സ്ലിപ്പ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇതിലുള്ള സപ്ലൈ ഫ്രീക്വൻസി ഉണ്ട്, സ്ലിപ്പർ ഫ്രീക്വൻസി ഉണ്ട്, ആൻഡ് 1 സ്ലിപ്പർ ഫ്രീക്വൻസി ഉണ്ട്, ആൻഡ് നൺ ഓഫ് ദ എബോവ്, നൺ ഓഫ് ദീസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ നമ്മൾ ഫ്രീക്വൻസി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ, റോട്ടർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? റോട്ടർ ഫ്രീക്വൻസിയുടെ നമ്മൾ ഇക്വേഷന് പറ്റി ഉപയോഗിക്കാറുള്ളത് അതായത് എസ് ഇൻറ്റു ഫ്രീക്വൻസി അല്ലെ, സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സ്ലിപ്പാണ് നമുക്ക് വരുന്നത്. സ്ലിപ്പ് നമുക്ക് ഫ്രാക്ഷൻ സ്ലിപ്പായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ലിപ്പ് എത്രയാണ് നമുക്ക് വരുന്നുണ്ടാവുക? അതേതാണ് പറഞ്ഞിട്ടുള്ളത്? അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആയിരിക്കും നമ്മൾ ആൻസർ അല്ലെ. അതായത് റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് SR is equal to എന്താണ്? എസ് ഇൻറ്റു എഫ് ആണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ FS എന്നൊക്കെ ആണ് പറയുക, സ്റ്റേറ്റർ ഫ്രീക്വൻസി എന്നൊക്കെയാണ് പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? 1 ഇൻറ്റു FS എന്നാണ് വരിക, അതായത് സപ്ലൈ ഫ്രീക്വൻസി ആണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസി. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ റോട്ടർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫ്രാക്ഷണൽ സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്റർ ഫ്രീക്വൻസി ആണ് വരിക. അപ്പോൾ FR is equal to S ഇൻറ്റു FS എന്ന് പറയാം. അവിടെ നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു? സപ്ലൈ ഫ്രീക്വൻസി തന്നെ ആൻസർ കിട്ടുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു ഇതായിരുന്നു അല്ലെ, ഫ്രാക്ഷൻ സ്ലിപ്പ് S1 ആവാനുള്ള കാരണം നമുക്കറിയാം. അവിടെ എന്ത് ചെയ്യാണ്? നമ്മളെ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ NS ഡിവൈഡ് ബൈ NS എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ 1 എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടാവുന്ന സ്ലിപ്പ്, ഫ്രാക്ഷൻ സ്ലിപ്പ് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്രാക്ഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് വരുന്നുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ നമ്മളെ മോട്ടോർ സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ആ ഒരു സ്ലിപ്പ് എത്ര എന്നുള്ളത് നമ്മളോട് ചോദ്യം ചോദിക്കാം അല്ലെ. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് BSc ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെത്ര വരുന്നുണ്ടാവുക? 0 ആണ് വരുന്നുണ്ടാവും അല്ലെ. അതായത് NS - N ഡിവൈഡ് ബൈ NS എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ NS ഈ മൈനസ് NS തന്നെയാണ് വരിക. അപ്പൊ 0 ഡിവൈഡ് ബൈ 0 ആയിരിക്കും എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് വരും. അപ്പൊ ഇതൊക്കെ നമ്മളെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സപ്ലൈ ഫ്രീക്വൻസി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടിയത്. ഇനി സപ്ലൈ ഫ്രീക്വൻസിക്ക് പകരമായിട്ട് നമുക്ക് അവിടെ ഫ്രീക്വൻസിയുടെ റേഞ്ച് തരാം, ഇത്ര, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ വാല്യൂ തരാം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി ഇത്രയാണ് വരുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ആയിരിക്കും നമ്മളെ റോട്ടർ ഫ്രീക്വൻസി എത്ര ആയിരിക്കും വരുന്നത് എന്നുള്ള കൺസെപ്റ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിങ്ക്രണസ് സ്പീഡ് ഓഫ് ആൻ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഹാവിംഗ് 20 poles ആൻഡ് കണക്റ്റഡ് ടു 50 heads സോഴ്സസ്. അപ്പൊ 3-phase സ്പീഡ്, സിങ്ക്രണസ് സ്പീഡ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഹാവിംഗ് 20 poles ആൻഡ് കണക്റ്റഡ് ടു എ 50 head സോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് സിങ്ക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് സിങ്ക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? NS is equal to 120f/p. 120f/p അല്ലെ. 120f/p. അപ്പൊ 120 ഇൻറ്റു F എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ആൻഡ് പോൾ എന്ന് പറയുന്നത് 20 poles ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 20 poles ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എന്ത് കിട്ടും? 60 ഇൻറ്റു 50 300 എന്ന് കിട്ടും അല്ലെ. 300 RPM എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്ലിപ്പ് റിംഗ്സ് ആർ കണക്റ്റഡ് ടു ദ റോട്ടോർ സ്റ്റേറ്റർ എക്സൈറ്റിംഗ് ഫീൽഡ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. ഇൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്ലിപ്പ് റിംഗ്സ് ആർ കണക്റ്റഡ് ടു ദ റോട്ടർ എക്സൈറ്റിംഗ് ഫീൽഡ് ആൻഡ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. എവിടെ വരുന്നുണ്ടാവുക? റോട്ടോറിലാണ് അല്ലെ. റോട്ടോറിലാണ് എന്ത് ചെയ്യുക? സ്ലിപ്പ് റിംഗ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ ആൻസർ വരുന്നത് റോട്ടോർ ആണ് വരുന്നത് അല്ലെ. റോട്ടോറിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ലിപ്പ് റിംഗ്സ് ആർ ദെയർ ഇൻ ദ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ? 2, 3, 4 ആൻഡ് 6. ഹൗ മെനി സ്ലിപ്പ് റിംഗ്സ് ആർ ദെയർ ഇൻ ദ 3 ആണ് അല്ലെ. 3 സ്ലിപ്പ് റിംഗ്സ് ആണ് വരുന്നുണ്ടാവും. 3 ഫേസ് എന്നുള്ള കൺസെപ്റ്റിൽ 3 സ്ലിപ്പ് റിംഗ്സ് ആണ് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് എന്താണ്, സാധാരണ നമ്മൾ ആ ഒരു ചിത്രത്തിൽ വരുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? 3 സ്ലിപ്പ് റിംഗ്സ് ആണ് കേട്ടോ 3 ഫേസിനായിട്ട് വരിക. ഇനി നമ്മൾ അറിയാം, നമുക്ക് 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് റിംഗ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ട് റോട്ടോർക്കാണ്. അതിലേക്ക് നമ്മൾ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാനും നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ
എന്ത് നമ്മൾ സ്ലിപ്പ് റിങ്സ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. സ്ലിപ്പ് റിങ്സ്, റോട്ടറിൽ സ്ലിപ്പ് റിങ്സ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്റേണലി നമ്മൾ അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ റെസിസ്റ്റൻസ് വേണമെങ്കിൽ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സ്ലിപ്പ് റിങ്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ 3 സ്ലിപ്പ് റിങ്സ് ആണ് അവിടെ കൊടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റർ വൈൻഡിങ് ഓഫ് എ 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് 4 poles. How many number of poles in the rotor winding? 2, 4, 6 and 8. The stator winding of a 3-phase slip ring induction motor has 4 poles. How many number of poles in the rotor winding? അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ 4 പോളുകളാണ് ഉള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടോറിൽ എത്ര പോളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പർ ഓഫ് പോൾസ് ഇൻ ദ റോട്ടർ വൈൻഡിങ്? 4 തന്നെ അല്ലെ. അതായത് നമ്മളെ റോട്ടർ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നില്ല, എത്ര പോളുകളാണെന്ന് പറയുന്നില്ല. സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന പോളുകളുടെ എണ്ണം സെയിം, അതിന് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, റോട്ടറിൽ പോളുകൾ ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ സ്റ്റേറ്ററിൽ നമുക്ക് 4 പോളുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ റോട്ടറിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, 4 പോളുകൾ തന്നെയാണ് ഉണ്ടായിരിക്കും. അപ്പൊ 4 ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന എത്രയാണ്, 4 പോളുകൾ തന്നെയാണ് ഉണ്ടാവും അല്ലെ. കാരണം നമ്മൾ അതിൽ ജസ്റ്റ് പോളുകളായിട്ട് പറയുന്നില്ല. അവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്, എൻട്രിങ്സ് വെച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റേറ്ററിൽ എത്ര പോളുകളാണ് ഉണ്ടാവുന്നത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന പോളുകൾ എത്രയാണോ അതിനനുസരിച്ച് അത്രയും പോളുകൾ തന്നെയാണ് എന്ത് ചെയ്യുക, റോട്ടറിലും ഉണ്ടാവുക. ഓക്കെ, 4 ആയിരിക്കും ആൻസർ. ഇൻ എ ഷെയ്ഡഡ് പോൾ മോട്ടോർ ദ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈൻഡിങ്, കപ്പാസിറ്റർ, റെഗുലേറ്റർ ആൻഡ് ഷെയ്ഡിംഗ് റിംഗ് അല്ലെ. ഇൻ എ ഷെയ്ഡഡ് പോൾ മോട്ടോർ ദ പ്രൊഡ്യൂസ്ഡ് ബൈ വൈൻഡിങ്, കപ്പാസിറ്റർ, റെഗുലേറ്റർ ആൻഡ് ഷെയ്ഡിംഗ് റിംഗ്. എവിടെ വരുന്നുണ്ടാവുക, ഷെയ്ഡിംഗ് റിംഗ് ആണ് അല്ലെ. ഷെയ്ഡിംഗ് റിംഗ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധാരണ ഒരു ഷെയ്ഡഡ് പോൾ മോട്ടോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. അവിടെ അവർ 1/3 പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്ട്രാ മാറ്റിയിട്ട് അതിന് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഷെയ്ഡിംഗ് റിംഗിലാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഷെയ്ഡിംഗ് റിംഗ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും അല്ലെ. അൺഷെയ്ഡഡിൽ നിന്നും, അതായത് ഇപ്പൊ ഇതാണ് നമ്മൾ അൺഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്, ഈ P1 എന്ന് പറയുന്നത്, ആൻഡ് B1 എന്ന് പറയുന്നതാണ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺഷെയ്ഡഡ് പോർഷൻ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ റോട്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് നമ്മൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷെയ്ഡഡ് ഫീൽഡിൽ നിന്നും അൺഷെയ്ഡഡ് ഫീൽഡിൽ നിന്നും ഷെയ്ഡഡിലേക്ക് ആയിരിക്കും വരുന്നത് അല്ലെ. അൺഷെയ്ഡഡ് ടു ഷെയ്ഡഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, how the voltage is reduced in an auto transformer starter at the time of starting? By adding resistance with the rotor, by adding supply current, by reducing supply current, by using step down transformer, by adjusting the tapping by handle. How the voltage is reduced in an auto transformer starter at the time of starting? എങ്ങനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, വോൾട്ടേജസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? സാധാരണ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ നമുക്കറിയില്ല. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ടാപ്പിംഗ്സ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ടാപ്പിംഗ്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാണ്, സപ്ലൈ മാറ്റാണ് ചെയ്യുന്നത് അല്ലെ. സപ്ലൈ വോൾട്ടേജ് മാറ്റം വരുത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടാപ്പിംഗ്സിൽ ചേഞ്ച് വരുത്തിയിട്ട്, നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ടാപ്പിംഗ്സിൽ ചേഞ്ച് വരുത്തിയിട്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് ഓപ്ഷൻസിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബൈ ആഡിങ് റെസിസ്റ്റൻസ് വിത്ത് റോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മളിപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഏത് മോട്ടറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 3-phase ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ ഏത് ടൈപ്പ് മോട്ടറിനാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്, 3-phase സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് അല്ലെ. സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിവിടെ ഈ റെസിസ്റ്റൻസ് റോട്ടോറിലേക്ക് ആഡ് ചെയ്യാന്നുള്ള പറയുന്ന മെത്തേഡ് പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട. പിന്നീടുള്ള റെഡ്യൂസിങ് സപ്ലൈ കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈ കറന്റ് റെഡ്യൂസ് ചെയ്യാന്നൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റിംഗ് ദ ടാപ്പിംഗ് ബൈ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സപ്ലൈ കറന്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മളെ ഏത് മെത്തേഡിലാണ് വരുന്നുണ്ടാവുക, സപ്ലൈ കറന്റ് വരുന്നത് നമ്മളെ ഡെൽറ്റ സ്റ്റാർട്ടറിനകത്താണ് വരുന്നത് കേട്ടോ. സപ്ലൈ കറന്റ് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ശരിക്കും ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ അത് ഡ്യുവൽ സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വരികയാണ്. സപ്ലൈ കറന്റിൽ ചേഞ്ച് വരുത്തുന്നത് ഡെൽറ്റ സ്റ്റാർട്ടറും, സപ്ലൈ വോൾട്ടേജിൽ ചേഞ്ച് വരുത്തിയിട്ട് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് ആരാണ്, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറുമാണ് വരുന്നത്. അപ്പോൾ അവിടെ സപ്ലൈ വോൾട്ടേജിലാണ് ചേഞ്ച് വരുത്തുന്നത്. സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ബൈ യൂസിങ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒറ്റ ട്രാൻസ്ഫോമർ അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്, ടാപ്പിംഗ്സിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് അല്ലെ. ആ ടാപ്പിംഗ്സിൽ ചേഞ്ച് വരുത്തിയിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ ബൈ അഡ്ജസ്റ്റിംഗ് ദ ടാപ്പിംഗ് ബൈ ഹാൻഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ.
Next question, phase sequence of supply given to AC motor means the order of phase attaining RMS value, maximum value, average value and average inverse value. So phase sequence of supply given to the AC motor means the order of RMS value, maximum value, average value and average inverse value. ഏതാ വരുന്നുണ്ടാവുക? അത് നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ ഫേസ് സീക്വൻസ് പറയാം അല്ലെ, ഒരു മോട്ടറിന്റെ ഫേസ് സീക്വൻസ് പറയാറുണ്ട്. അപ്പൊ ഈ ഫേസ് സീക്വൻസ് പറയുമ്പോൾ RYB എന്നോ അല്ലെങ്കിൽ RBY എന്നൊക്കെയാണ് നമ്മൾ ഫേസ് സീക്വൻസ് പറയാം. ഈ ഫേസ് സീക്വൻസ് പറയുന്നത് സാധാരണ രീതിയിൽ എന്തിന്റെ കൺസെപ്റ്റിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് RYB എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ RMS വാല്യൂ ആണോ, മാക്സിമം വാല്യൂ ആണോ, ആവറേജ് വാല്യൂ ആണോ, ആവറേജ് ഇൻവേഴ്സ് വാല്യൂ ആണോ എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അത് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ മാക്സിമം വാല്യൂയുടെ കൺസെപ്റ്റിലാണ് പറയാം. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ RYB എന്ന് പറയുന്ന ഒരു ഫേസ് സീക്വൻസിലാണ് ഒരു മോട്ടർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മോട്ടറിനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നമുക്ക് റിവേഴ്സിലി റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫേസ് സീക്വൻസിൽ ചേഞ്ച് വരുത്താണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ആ ഒരു RYB എന്ന് പറയുന്ന ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന RYB എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോട്ടറിന് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫേസ് സീക്വൻസിൽ മാറ്റം വരുത്തും. ഫേസ് സീക്വൻസിൽ മാറ്റം വരുത്തുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ആ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഡയറക്ഷൻ എന്ത് ചെയ്യും, റൊട്ടേഷൻ ഡയറക്ഷൻ മാറും. അതായത് RYB എന്നുള്ള RBY ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു ഫേസ് സീക്വൻസിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചേഞ്ച് ആണ് നമ്മളെ ഈ ഒരു ഇതുപോലെ നമ്മളൊരു വേവ് ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേവ് ഫോമിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ വേവ് ഫോമിൽ വരുന്ന ചേഞ്ച് ഇത്രയേ ഉള്ളൂ, നമ്മളെ മാക്സിമം വാല്യൂസ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഇവിടെ R ഫേസ്, ഇവിടെ Y ഫേസ്, അതുപോലെ തന്നെ ഇവിടെ V ഫേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് മാക്സിമം വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫേസ് സീക്വൻസ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, RBY ആക്കുന്ന സമയത്ത് ആദ്യം R ഫേസിന്റെ മാക്സിമം വാല്യൂ, പിന്നെ B ഫേസിന്റെ മാക്സിമം വാല്യൂ, പിന്നെ Y ഫേസിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നമ്മൾ പറയുന്നത് അത് പറയാൻ വേണ്ടി എടുക്കുന്ന എന്താണ്, മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഫേസ് സീക്വൻസ് ഓഫ് സപ്ലൈ ഗിവൺ ടു AC മോട്ടോർ മീൻ ഓർഡർ ഓഫ് ഫേസ് അറ്റൈനിങ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത്, ഏതാണ് ആദ്യം വരുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ ഈ രീതി മാത്രമല്ല, ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം അല്ലെ. ഇവിടെ നമുക്ക് ഇവിടെ എടുത്തിട്ട് അപ്പൊ പറയുമ്പോഴും നമ്മൾ ശരിയാണ്, BRY എന്നെടുക്കാം. ഈ പറഞ്ഞതും RYB എന്ന് പറയുന്നത് എന്താണ്, ഒരേ ഫേസ് സീക്വൻസ് ആണ് അല്ലെ. അതായത് BRY എന്ന് പറയുന്നതും RYB എന്ന് പറയുന്നതും ഒരേ ഫേസ് സീക്വൻസ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഇവിടെ നിന്നാണ് ആ കൺസെപ്റ്റ് എടുത്തത്. ഇവിടെ നിന്ന് എടുത്തപ്പോൾ ആദ്യം വന്നത് ഏതായിരുന്നു, B ഫേസ് ആയിരുന്നു. പിന്നീട് പിന്നെ മാക്സിമം വാല്യൂ വന്നത് ഏതിനായിരുന്നു, R ഫേസിനാണ്. പിന്നീട് മാക്സിമം വാല്യൂ വന്നതിനായിട്ടാണ് Y ഫേസിനാണ്. അപ്പൊ നമുക്ക് എന്താണ് BRY എന്നുള്ള കൺസെപ്റ്റ് വരാം. അപ്പൊ അത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എങ്ങനെയാണോ വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏതിന്റെ മാക്സിമം വാല്യൂ ആണോ ആദ്യം വരുന്നത്, പിന്നീട് അടുത്ത മാക്സിമം വാല്യൂ ഏതാണ് വരുന്നത്, പിന്നീട് മാക്സിമം വാല്യൂ ഏതാണ് വരുന്നത്, ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മളെ ഫേസ് സീക്വൻസ് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇൻ എ wound 3-phase induction motor, brushes should be connected to equalizing coils, external DC excitation, external connected resistors and stator power supply. In a wound 3-phase induction motor, brushes should be connected to equalizing coils ഉണ്ട്, external DC excitation ഉണ്ട്, external connected resistors ഉണ്ട്, stator power supply ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളെ വൗണ്ടഡ് 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ, അതായത് 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുകളിൽ നമ്മൾ ബ്രഷസ് നമ്മൾ എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, ബ്രഷസ് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, ഓപ്ഷൻ സി ആണ് അല്ലെ, എക്സ്റ്റേണൽ കണക്റ്റഡ് റെസിസ്റ്റേഴ്സിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇതാണ് നമ്മളൊരു ഇത് വരുന്നത്, അവിടെ ബ്രഷസിന് നമുക്ക് ഏതാ നേരിട്ട് കണക്ട് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കണക്റ്റഡ് റെസിസ്റ്റേഴ്സിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു കണക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്വം ക്ലീനേഴ്സ് ജനറലി യൂസ് ഡാഷ് മോട്ടോഴ്സ്, യൂണിവേഴ്സൽ, ഷെയ്ഡഡ് പോൾ, യൂണിവേഴ്സൽ മോട്ടർ ആണ് അല്ലെ. യൂണിവേഴ്സൽ മോട്ടറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വാക്വം ക്ലീനേഴ്സ് മാത്രമല്ല, യൂണിവേഴ്സൽ മോട്ടറിന് മറ്റു അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക, ഫുഡ് മിക്സേഴ്സ്, പോർട്ടബിൾ ഡ്രില്ലേഴ്സ് കേട്ടോ. ഇതെല്ലാം ഈ മൂന്ന് സാധനം, അതായത് യൂണിവേഴ്സൽ മോട്ടറിന് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 അപ്ലിക്കേഷൻ ആണ്. ഈ 3 സാധനം നമ്മളെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ഇവിടെ വരെ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂണിവേഴ്സൽ മോട്ടറിന്റെ കൺസെപ്റ്റിൽ, യൂണിവേഴ്സൽ മോട്ടർ പിന്നെ മറ്റൊന്നുണ്ട്, AC യിലും DC യിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടർ എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ മോട്ടോഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെ. പിന്നെ കമ്മ്യൂട്ടേറ്റർ മോട്ടറുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്.
പിന്നെ അവിടെ ഷെയ്ഡഡ് പോൾ മോട്ടോർ പറയുന്നുണ്ട് അല്ലെ. ഈ ഷെയ്ഡഡ് പോൾ മോട്ടറിന്റെ ഒരു അപ്ലിക്കേഷൻ പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഫീച്ചർ വെച്ചിട്ട് നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ പറയാം അല്ലെ. ഷെയ്ഡഡ് പോൾ മോട്ടറിന്റെ അപ്ലിക്കേഷൻ എന്താ വരുന്നുണ്ടാവാം? ഹെയർ ഡ്രയേഴ്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അഡ്വർടൈസിങ് ഡിസ്പ്ലേ സിസ്റ്റം, ടോയ്സ് അല്ലെ. സ്മാർട്ട് ടോയ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ടോയ് കാർ അല്ലെങ്കിൽ ടോയ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വരുന്നത്. അപ്പൊ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിൽ കൂടുതലായിട്ടും ഹെയർ ഡ്രയേഴ്സ് ആണ് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ടോയ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് വരുന്നത് അല്ലെ. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ് വരുന്നത്. ഇനി ഹിസ്റ്ററിസിസ് മോട്ടർ ആണെങ്കിൽ, ഹിസ്റ്ററിസിസ് മോട്ടർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഹിസ്റ്ററിസിസ് മോട്ടറും റിലക്റ്റൻസ് മോട്ടറിന്റെ പ്രത്യേകത. അപ്പൊ ഹിസ്റ്ററിസിസ് മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ ആണ്, അതുപോലെ തന്നെ വളരെ നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഹിസ്റ്ററിസിസ് മോട്ടർ ആണെങ്കിൽ നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ്. അപ്പൊ നമ്മളെ ടൈപ്പ് റെക്കോർഡർ, അതുപോലെ തന്നെ ഇലക്ട്രിക് ക്ലോക്കുകൾ, ടെലി പ്രിന്റേഴ്സ്, ടൈമിംഗ് ഡിവൈസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിസിസ് മോട്ടർ എന്ന് പറയുന്നത്. അതുപോലെയാണ് റിലക്റ്റൻസ് മോട്ടറിന്റെ കൺസെപ്റ്റിലും. റിലക്റ്റൻസ് മോട്ടറിൽ ഫോണോഗ്രാഫ് എന്ന് പറയുന്ന മെത്തേഡ്, അത് ഈ റിലക്റ്റൻസ് മോട്ടറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഈ ഫോണോഗ്രാഫ് മെത്തേഡ്സ് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റിലക്റ്റൻസ് മോട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയും കോൺസ്റ്റന്റ് ഇതാണ്, നോയ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ നോയ്സ്ലെസ് ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഹിസ്റ്ററിസിസ് മോട്ടർ ആയിരിക്കും. പിന്നെ അതൊക്കെ ഏത് ടൈപ്പ് മോട്ടറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്? ഹിസ്റ്ററിസിസും റിലക്റ്റൻസും ഏത് ടൈപ്പ് മോട്ടറിന് എക്സാമ്പിൾ ആണ്? സിംഗിൾ ഫേസ് സിൻക്രണസ് മോട്ടറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിസിസും അതുപോലെ റിലക്റ്റൻസ് മോട്ടർ അല്ലെ. യൂണിവേഴ്സൽ മോട്ടർ കമ്മ്യൂട്ടേറ്റർ മോട്ടർ ആണ്. ആൻഡ് ഷൈഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നതോ ഇൻഡക്ഷൻ മോട്ടറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ എക്സാമ്പിൾ നമുക്ക് കുറച്ച് ഇതും കൂടെ ഉള്ളു. പെർമനന്റ് കപ്പാസിറ്റർ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. സീലിംഗ് ഫാന്, ബ്ലോവേഴ്സ്, ഹീറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സിലൊക്കെ വരുന്നതാണ് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടർ എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് സീലിംഗ് ഫാൻ ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് സീലിംഗ് ഫാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പെർമനന്റ് കപ്പാസിറ്റർ മോട്ടർ. പിന്നെ ഷെയ്ഡഡ് പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹിസ്റ്ററിസിസും റിലക്റ്റൻസും നമ്മൾ പറഞ്ഞതാണ് അല്ലെ. നെക്സ്റ്റ് ദ മോട്ടർ യൂസ്ഡ് ഫോർ മിക്സർ ഗ്രൈൻഡർ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതാണ്? യൂണിവേഴ്സൽ മോട്ടർ ആണ് കേട്ടോ. ഈ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് സ്പെഷ്യൽ പർപ്പസ് മോട്ടർ ഇല്ല, എന്നാൽ അപ്ലിക്കേഷൻ ലെവൽ പറയുമ്പോൾ ഏതാ വരുന്നുണ്ടാവാൻ അറിയില്ല, സ്റ്റെപ്പർ മോട്ടർ. ഡിസ്ക് പ്രിന്റേഴ്സ് കാര്യങ്ങളൊക്കെ, പിന്നെ റോബോട്ടിക് ആക്ഷൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സ്റ്റെപ്പർ മോട്ടർ യൂസ് ചെയ്യാം അല്ലെ. പിന്നെ കപ്പാസിറ്റർ ആയിട്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ നമ്മൾ DC ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ മോട്ടർ ആണ് മിക്സർ ഗ്രൈൻഡറിനകത്ത് ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ മോട്ടർ വിത്ത് 6 poles റൊട്ടേറ്റിംഗ് അറ്റ് സ്പീഡ് ഓഫ് 950 RPM യൂസിംഗ് 50 Hz സപ്ലൈ. The percentage of slip is 5%, 3%, 15% and 0.5% അല്ലെ. ഒരു പ്രോബ്ലം ആണ്. എന്താണ് ഇത്? ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് 6 poles റൊട്ടേറ്റിംഗ് അറ്റ് സ്പീഡ് ഓഫ് 950 RPM എന്നാണ് പറഞ്ഞുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാണ്, സ്ലിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പെർസെന്റേജ് സ്ലിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പെർസെന്റേജ് സ്ലിപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100 ഇതാണ് നമ്മളെ ഇക്വേഷൻ അല്ലെ. പക്ഷെ അതിനകത്ത് നമുക്ക് N തന്നിട്ടുണ്ട്, അതായത് റോട്ടറിന്റെ സ്പീഡ് NR തന്നിട്ടുണ്ട്, റോട്ടറിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 915 RPM ആണ്. പക്ഷെ NS നമുക്ക് എന്ത് ചെയ്യില്ല, തന്നിട്ടില്ല. അപ്പൊ NS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക, 120 F/P ആണ് അല്ലെ. 120 F/P. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് കിട്ടും എത്രയാണ് NS എന്ന് പറയുന്നത്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 120 F/P ആകുമ്പോൾ 120 × 50 ഡിവൈഡ് ബൈ 6 എന്നാണ് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് 120 × 50 ഡിവൈഡ് ബൈ 60 അല്ലെ, 6 അല്ലെ. 6 വരുമ്പോ എന്താണ് 20 × 50 എത്ര വരുന്നുണ്ടാവുക, 1000 ആയിരിക്കും നമ്മളെ NS വരുന്നത്. NS 1000 ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പെർസെന്റേജ് സ്ലിപ്പ് കാണുമ്പോൾ NS മൈനസ് N. അപ്പൊ എത്രയാണ് 1000 ഡിവൈഡ് ബൈ 950 അല്ലെ. 1000 ഡിവൈഡ് ബൈ 950 അപ്പൊ 50 കിട്ടും. 50 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് 50 ഡിവൈഡ് ബൈ 10 എന്നാണ്. അപ്പൊ എത്ര കിട്ടുന്നുണ്ടാവുക, 5% അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ 5% ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ പക്ഷെ NS ഒക്കെ നമ്മൾ നോർമലി ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മളെ ഈ ഒരു ലെവൽ എക്സാം എന്നല്ല, ഡിപ്ലോമ ലെവൽ എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ഈ ഒരു ഫ്രീക്വൻസി അതുപോലെ തന്നെ സ്പീഡും പോളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ വെച്ച് വരുന്ന NS = 120 F/P അല്ലെങ്കിൽ ഫ്രീക്വൻസി F = എന്താണ് N × P ഡിവൈഡഡ് ബൈ 120 എന്ന് പറയുന്ന ഇക്വേഷൻ. അത് പോളും അല്ലെ. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം, നോർമലി എല്ലാ ഇക്വേഷൻസും അതിന്റെ പഠിച്ചു വെക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസി PN ഡിവൈഡ് ബൈ 120 ആൻഡ് NS ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ N ആണ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ 120 F/P. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, നോർമലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഉണ്ട് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. Next question, dual starter is used to start the motor up to 25 HP, 5 HP, 7.5 HP
100 HP അല്ലേ. അപ്പൊ ഡ്യുവൽ സ്റ്റാർട്ടർ നമുക്കറിയാം, ഡ്യുവൽ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നോർമലി എന്ത് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ഓൺലൈൻ, ശരിക്കും ആ ഒരു പേര് പോലെ തന്നെയാണ് അല്ലേ, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ HP ഉള്ള മോട്ടറുകൾക്ക് അല്ലെ, വളരെ കുറഞ്ഞ പവർ റേറ്റിംഗ് ഉള്ള മോട്ടറുകൾക്ക് മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് എത്ര HP ആണ്, 5 HP വരെയുള്ള മോട്ടറുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്യുവൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഡ്യുവൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോട്ടർ എന്ത് ചെയ്യാണ്, നമ്മൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞുള്ളത്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ വോൾട്ടേജിലായിരിക്കും ഡ്യുവൽ സ്റ്റാർട്ടർ ആകുമ്പോൾ. ഏകദേശം 58% വോൾട്ടേജിലായിരിക്കും സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ നോർമലി കറന്റ് റേറ്റിംഗിലാണ് പറയുക അല്ലെ. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 40 to 75% എന്ന് പറയുന്നത്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ലെവലാണ്. 40 to 75 വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കണക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നീട് എന്താണ് നമ്മളെ പവർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 5 HP വരെയുള്ള മോട്ടോറുകൾക്ക് നമുക്ക് ഡ്യുവൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യാം. 15 HP വരെയുള്ള മോട്ടോറുകൾക്ക് സ്റ്റാർട്ടർ സ്റ്റാർട്ടറും 15 HP മേലെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മളൊരു നോർമൽ റേഞ്ച് പറയുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരല്. ഈ 25 HP ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. 25 HP നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതാ ഉണ്ടാവുക, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആവും വരിക കേട്ടോ. 25 HP ഏത് മോട്ടോർ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്, സോറി ഏത് സ്റ്റാർട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു വട്ടം ക്വസ്റ്റ്യൻ വന്നാണ്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ് നമുക്ക് എന്ത് ചെയ്യുക, 25 HP വരുന്നുണ്ടാവുക. പിന്നെ മോട്ടോർ സ്റ്റാർട്ട് ഫുൾ ലോഡിന്റെ സ്റ്റാർട്ട് തന്നെ ഫുൾ ലോഡ് ഉണ്ടാവും. ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സ്റ്റാർട്ടലിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിലും ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക.